സിറ്റി ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. ഉത്രാടപ്പാച്ചിൽ അലിഞ്ഞ കാഞ്ഞങ്ങാട് നഗരം. പഴയ ബസ് സ്റ്റാൻഡിലെ പല വർണ്ണങ്ങളിലുമുള്ള പൂക്കൾ വാങ്ങാനും തെരുവോര വിപണിയിലും എത്തിയത് നിരവധി പേർ. കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിക്കൊപ്പം കാലനും പ്രജകളെ കാണാൻ ഒരുമിച്ചെത്തിയത് കൗതുകമുണർത്തി. സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ മാവേലിയും കാലനും പര്യടനം നടത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇത്തവണ ആശ്വാസ ഓണം. 5 മാസത്തെ കുടിശ്ശിക അക്കൗണ്ടുകളിൽ എത്തി. കഴിഞ്ഞ വർഷം ഓണനാളുകളിൽ കുടിശ്ശിക അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർക്ക് തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. പൗരാണിക കാലത്തെ നബിദിനാഘോഷ ഓർമ്മകൾ പങ്കുവച്ച് പൗരാണിക സദസ്സ് സംഘടിപ്പിച്ചു. കൊവ്വൽപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ADGP S. ശ്രീജിത്ത് മുഖ്യാതിഥിയായി. അമ്പലത്തറയിലെ കൂട്ട ആത്മഹത്യ. ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. പറക്ലായിലെ ഗോപിയുടെ മകൻ രാകേഷാണ് മരിച്ചത്. ആസിഡ് കുടിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാകേഷ്. ചെണ്ടുമല്ലി വാടാർമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ അനീഷ് ദീപം. കൃഷിയിലൂടെ മാതൃക തീർക്കുകയാണ് അനീഷ്. വാർത്തകൾ വിശദമായി. ഉത്രാടപ്പാച്ചിൽ അലിഞ്ഞ കാഞ്ഞങ്ങാട് നഗരം. പഴയ ബസ് സ്റ്റാൻഡിലെ പല വർണ്ണങ്ങളിലുമുള്ള പൂക്കൾ വാങ്ങാനും തെരുവോര വിപണിയിലും എത്തിയത് നിരവധി പേർ. ഓണം എന്നത് മലയാളികളുടെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഉത്രാട ദിനത്തിൽ കാഞ്ഞങ്ങാട് നഗരം മഴയെപ്പോലും വകവയ്ക്കാതെ തിരക്കിലമർന്നു. സദ്യ ഒരുക്കാനും പൂക്കളം ഒരുക്കാനും ഒക്കെയുള്ള അവസാന ഒരുക്കമാണ് ഉത്രാടപ്പാച്ചിൽ. തിരുവോണപ്പൂക്കളം ഒരുക്കാൻ പൂവിപണിയിലും നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇടയ്ക്കിടെ പെയ്ത മഴയും കച്ചവടക്കാർക്ക് പ്രതികൂലമായ സാഹചര്യം ഉണ്ടാക്കിയെങ്കിലും ഉത്രാടപ്പാച്ചിലിൽ തിരക്കിന് യാതൊരു കുറവുമില്ല. പച്ചക്കറി വിപണിയും സജീവമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിക്കൊപ്പം കാലനും പ്രജകളെ കാണാൻ ഒരുമിച്ചെത്തിയത് കൗതുകമുണർത്തി. സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ മാവേലിയും കാലനും പര്യടനം നടത്തിയത്. ഓണത്തിരക്കിനിടയിൽ മാവേലിയും കാലനും ഒരുമിച്ചെത്തിയത് കണ്ടുനിന്നവർക്ക് കൗതുകമായി. സൈബർ ട്രാഫിക് ബോധവൽക്കരണവുമായാണ് മാവേലിയും കാലനും കാഞ്ഞങ്ങാട് നഗരത്തിലെത്തിയത്. ഹോസ്ദുർഗ് ജനമൈത്രി പോലീസ്, റോട്ടറി കാഞ്ഞങ്ങാട് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ബോധവൽക്കരണ സന്ദേശയാത്ര. മാവേലിയും കാലനും ഒപ്പം എത്തിയാണ് ഓണക്കാലത്ത് ബോധവൽക്കരണം നടത്തിയത്. അതെയോ ഫൈൻ എന്താണ് ജനമൈത്രി അല്ലെങ്കിൽ എങ്ങനെയാണ് റോഡ് ട്രാഫിക് ഗതാഗതം നിയന്ത്രിക്കുന്നത് അറിയോ? എന്തൊക്കെ വേണമെന്നറിയോ? ഹെൽമെറ്റ് വേണ്ടേ? ലൈസൻസ് വേണ്ടേ? സെഫ്റ്റി ഉണ്ടോ താങ്കൾക്ക്? എന്താ ഹെൽമെറ്റ് നോക്കാൻ തോന്നേ? എന്താണ് പറയൂ? എന്താ ഹെൽമെറ്റ് നോക്കാൻ തോന്നേ? അതെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാലം കൊണ്ടോ. കാഞ്ഞങ്ങാട് ബീറ്റ കൺട്രോൾ റൂമിലെ ഹോംഗാർഡുകളായ PK ജയൻ മാവേലിയും KP അരവിന്ദൻ കാലന്റെയും വേഷമണിഞ്ഞു. കാലനെ ജീവനെടുക്കുന്ന ആളായും മാവേലിയെ നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിയുമില്ലാത്ത രാജാവുമായാണ് പ്രതീകാത്മകമായി അവതരിപ്പിച്ചത്. 2 വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന് മഹാബലിയും 2 കാലനും. കാലൻ പ്രതികരിക്കുന്നത് നമ്മുടെ ജീവനെ എടുക്കുന്ന ഒരാളായിട്ടാണ്. അതേസമയം മാവേലി എന്ന് പറയുന്നത് നിയമം അനുശാസിക്കുന്ന കള്ളവും ചതിവുമില്ലാത്ത ഒരു രാജ്യത്തിന്റെ രാജാവായിട്ടാണ്.
അപ്പോൾ കാലൻ ജീവനെടുക്കുന്ന സാഹചര്യങ്ങളിൽ അതിലിടപെട്ട് അവരെ ആ തെറ്റ് ചെയ്ത ആൾക്കാരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചുകൊണ്ട് അവരെ നിയമം അനുശാസിക്കുന്ന ഒരു പൗരന്മാരായിട്ട് മാറ്റുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ കാലനും ഈ മാവേലിയിലൂടെ ഞങ്ങൾ പ്രതീകാത്മകമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഹോസ്റ്റർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരത്തിൽ കുതിരപ്പുറത്താണ് മാവേലിയും കാലനും ബോധവൽക്കരണവുമായി പ്രജകളെ കാണാൻ എത്തിയത്. ബോധവൽക്കരണ ലഘുലേഖകളും വിതരണം ചെയ്തു. സുഖമായി പോവാം. അല്ലയോ യമരാജാവേ, എന്റെ പ്രജകൾക്കിടയിൽ. ബോധവൽക്കരണ പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓണമായതുകൊണ്ട് തന്നെ കാഞ്ഞങ്ങാട് പട്ടണം ഇന്നും നാളെയും വലിയ ജനസഞ്ചയമായിരിക്കും. ഇവിടെ ജനങ്ങൾ നന്നായി ഒത്തുചേർന്നൊരു പട്ടണമാണ് കാഞ്ഞങ്ങാട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ തിരഞ്ഞെടുത്തതിന് ജനമൈത്രി പോലീസിനെയും റോട്ടറി കാഞ്ഞങ്ങാടിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. അനുദിനം അപകടം വരുന്നത് നമുക്കറിയാം. ഓരോ ദിവസവും നമുക്ക് വേണ്ടപ്പെട്ടവർ പലരും അപകടത്തിൽ പൊലിഞ്ഞു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ജീവനെങ്കിലും അപകടത്തിൽ പെടരുത് എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഡിവൈഎസ്പി CK സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റോട്ടറി പ്രസിഡന്റ് ജയേഷ് K ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി പബ്ലിക് ഇമേജ് ഡയറക്ടർ M വിനോദ്, ക്ലബ് അഡ്മിനിസ്ട്രേറ്റർ VV ഹരീഷ്, മെമ്പർഷിപ്പ് ഡയറക്ടർ KK സേവിച്ചൻ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് CK ആസിഫ് എന്നിവർ സംസാരിച്ചു. ഹോസ്റ്റർ ഇൻസ്പെക്ടർ അജിത് കുമാർ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രദീപൻ കോതോളി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇത്തവണ ആശ്വാസ ഓണം. 5 മാസത്തെ കുടിശ്ശിക അക്കൗണ്ടുകളിലെത്തി. കഴിഞ്ഞ വർഷം ഓണനാളുകളിൽ കുടിശ്ശിക അനുവദിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർക്ക് തെരുവിലിറങ്ങേണ്ട അവസ്ഥയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇത്തവണ ആശ്വാസ ഓണം. ഓണക്കാലത്ത് 5 മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ അക്കൗണ്ടുകളിൽ എത്തിച്ചത്. കഴിഞ്ഞ വർഷം കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഓണനാളുകളിൽ സമരമുഖത്തായിരുന്നു ദുരിതബാധിതർ. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കുടിശ്ശികയാണ് ദുരിതബാധിതരുടെ അക്കൗണ്ടുകളിൽ ഒരുമിച്ചെത്തിയത്. കിടപ്പ് രോഗികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുമാണ് സഹായധനമായി മാസം 2200 രൂപ നൽകുന്നത്. 4000-ൽ ഏറെ പേർക്കാണ് സഹായധനം നൽകുന്നത്. നേരത്തെ മംഗളൂരുവിലായിരുന്നു ദുരിതബാധിതരുടെ ചികിത്സ. എന്നാൽ ഇപ്പോൾ ഒരു ആശുപത്രിയിൽ മാത്രമാണ് മംഗളൂരുവിൽ ദുരിതബാധിതർക്ക് സൗജന്യ ചികിത്സ നൽകുന്നത്. നൽകാനുള്ള പണം കുടിശ്ശികയായതോടെയാണ് മറ്റ് ആശുപത്രികൾ ചികിത്സ നിർത്തിയത്. ദുരിതബാധിതർക്ക് മരുന്ന് വീട്ടിലെത്തിക്കുന്ന പദ്ധതി നേരത്തെ നിർത്തലാക്കിയിരുന്നു. ആശ്വാസ കിരണം പദ്ധതിയിൽ ദുരിതബാധിതരുടെ സഹായികൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച 700 രൂപ സഹായധനവും 5 മാസത്തിലേറെയായി വിതരണം ചെയ്യുന്നില്ല. ഈ തുക കൂടി അടിയന്തരമായി അനുവദിച്ചു നൽകണമെന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൗരാണിക കാലത്തെ നബിദിനാഘോഷ ഓർമ്മകൾ പങ്കുവച്ച് പൗരാണിക സദസ്സ് സംഘടിപ്പിച്ചു. കൊവ്വൽപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. പൗരാണിക കാലത്തെ നബിദിനാഘോഷ ഓർമ്മകൾ പങ്കുവച്ച് പൗരാണിക സദസ്സ് നവ്യാനുഭവവും മതസൗഹാർദ്ദ വേദിയുമായി. കൊവ്വൽപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സദസ്സ് സംഘടിപ്പിച്ചത്. പള്ളി പരിസരത്തായിരുന്നു പരിപാടി. ക്ഷേത്രസ്ഥാനികരും പള്ളിയിലെ ഖത്തീബും ഇരു സമുദായത്തിലും പെട്ട മുതിർന്നവരും അണിനിരന്ന സദസ്സ് പുതുതലമുറയ്ക്ക് പുത്തൻ അനുഭവം സമ്മാനിച്ചു. മുസ്ലിം സമുദായത്തിലെ കാരണവന്മാർ പൗരാണിക കാലത്തെ ആഘോഷ അനുഭവങ്ങളുടെ കെട്ടഴിച്ച് സദസ്സുമായി പങ്കുവച്ചപ്പോൾ മറ്റുള്ളവർ, പ്രത്യേകിച്ച് യുവസമൂഹം അത് ശ്രദ്ധാപൂർവം ശ്രവിച്ചു. ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് നൈഫ് അധ്യക്ഷത വഹിച്ചു. മഹൽ ഖത്തീബ് അബ്ദുൽ റഷീദ് അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. മന്യോട്ട് ദേവാലയ മന്ദിരൻ മോഹനൻ, കൂട്ടായിക്കാരായ കൃഷ്ണൻ കാഞ്ഞങ്ങാട് സൗത്ത്, ദിനേശൻ അരയി, TK ഇബ്രാഹിം, രാഘവൻ മന്യോട്ട്, ബാബു കലയറ, ചന്ദ്രൻ കലയറ, ഹരീന്ദ്രൻ കോവൽപ്പള്ളി, ബാലകൃഷ്ണൻ കാട്ടൂർ, അസീസ് അഹമ്മദ് കുഞ്ഞി, KP ഇബ്രാഹിം ഹാജി, TK ഉമർ, ഇസ്ഹാബ്, P അബ്ദുള്ള കുഞ്ഞി, P മുഹമ്മദ് കുഞ്ഞി, CH മുഹമ്മദ് തുടങ്ങിയവർ പഴയകാല നബിദിന ഓർമ്മകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം.
കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ADGP S. ശ്രീജിത്ത് മുഖ്യാതിഥിയായി. കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷനും കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച 57ാമത് സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് പ്രൗഢഗംഭീരമായ സമാപനം. കഴിഞ്ഞ 6 ദിവസങ്ങളിലായി 50 മീറ്റർ, 25 മീറ്റർ, 10 മീറ്റർ എന്നീ വിഭാഗങ്ങളിലായി അത്യന്തം വാശിയോടെ നടന്ന മത്സരത്തിൽ കോഴിക്കോട് ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. പാലക്കാടും തൃശൂരും യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നായി 835 പേരാണ് 200ഓളം ഇനങ്ങളിൽ വരുന്ന മത്സരത്തിൽ മാറ്റുരച്ചത്. സമാപന ചടങ്ങ് ADGP S. ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്ത വിജയികൾക്ക് മെഡലുകൾ നൽകി. ആക്ടിവിറ്റിയായിട്ട് ഞങ്ങൾ ആയുധം ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ സർവൈവലിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കാനുള്ള സാധനമാണ് നിങ്ങളുടെ കയ്യിൽ ഉപയോഗിക്കുന്നത്. And we have been taught that it is an extension of your body. It is not something different. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ഞാൻ അത്ലീറ്റ് ഈ ഷൂട്ടിംഗ് ഇവൻസിന് പോകുന്ന അത്ലീറ്റ്സ് എപ്പോഴും ഓർക്കേണ്ട കാര്യം നിങ്ങളുടെ ആയുധം when it becomes part of your body, you will be on target. When it breathes like you do, you will be on target. അത് ഞങ്ങൾ we have learned it the hard way. നമ്മൾ വളരെ ബുദ്ധിമുട്ടി അത് പഠിച്ചത്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് സർവൈവലിന് വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയും കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ വിജയ് ഭരത് റെഡ്ഡി അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറി VC ജെയിംസ് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. സ്റ്റേറ്റ് അസോസിയേഷൻ ട്രഷററും കാസർഗോഡ് ജില്ലാ റൈഫിൾ അസോസിയേഷൻ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് KA നാസർ സ്വാഗതം പറഞ്ഞു. സമ്മാനദാന ചടങ്ങിന് AK ഫൈസൽ, രാജേന്ദ്രകുമാർ, ലക്ഷ്മികാന്ത്, അഭിജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ വെച്ച് സെപ്റ്റംബർ 24 മുതൽ 29 വരെ ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ജൂനിയർ വേൾഡ് കപ്പ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 50 മീറ്റർ റേഞ്ചിന്റെ ചീഫ് റേഞ്ച് ഓഫീസറായി തെരഞ്ഞെടുക്കപ്പെട്ട മിലൻ ജെയിംസിനെ ADGP പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അമ്പലത്തറയിലെ കൂട്ടാത്മഹത്യ ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. പർക്ലായിലെ ഗോപിയുടെ മകൻ രാകേഷാണ് മരിച്ചത്. ആസിഡ് കുടിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാകേഷ്. അമ്പലത്തറയിൽ ആസിഡ് കുടിച്ച് കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. പർക്ലായിലെ ഗോപിയുടെ മകൻ രാകേഷാണ് മരിച്ചത്. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. യുവാവിന്റെ മാതാപിതാക്കളും സഹോദരനും കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ ആത്മഹത്യ ചെയ്തിരുന്നു. കർഷകനായ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരെയാണ് ആസിഡ് കഴിച്ച് മരിച്ച നിലയിൽ വീടിനകത്ത് കണ്ടെത്തിയത്. പുലർച്ചെ 3 മണിക്ക് ഗോപിയുടെ സഹോദരന്റെ ഭാര്യയ്ക്ക് വന്ന ഫോൺ കോളിലാണ് വിവരം അറിയുന്നത്. തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലെത്തിയപ്പോൾ 3 പേരും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ രാകേഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. രഞ്ജേഷും രാകേഷും നേരത്തെ ദുബായിലായിരുന്നു. 2 വർഷം മുൻപ് ഇരുവരും നാട്ടിലേക്ക് തിരിച്ചെത്തി ബിസിനസ് ആരംഭിച്ചു. പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിൽ എത്തിച്ചു നൽകുന്നതായിരുന്നു ബിസിനസ്. അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങളാണ് കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്.
ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. The happiest family. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം, ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. ചെണ്ടുമല്ലി, വാടാർമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ അനീഷ് ദീപം. കൃഷിയിലൂടെ മാതൃക തീർക്കുകയാണ് അനീഷ്. ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പതിവിലും വ്യത്യസ്തമായി പൂക്കൃഷിയിൽ പലരും കഴിവ് തെളിയിച്ച ഓണം കൂടിയാണ് 2025 ഓണം. മത്സ്യകൃഷി അങ്ങനെ തുടങ്ങി നിരവധി കൃഷികളാൽ മാതൃക തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ പി അനീഷ് ദീപത്തിനെ നമുക്കേവർക്കും സുപരിചിതമാണ്. ഇത്തവണ ഓണം എത്താറായതോടെ ചെണ്ടുമല്ലിയും വാടാർമല്ലിയും അനീഷ് കൃഷി ചെയ്തു. കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചതുപോലും കണക്കിലെടുക്കാതെ ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഇന്നത്തെ കാലത്ത് മാതൃകാപരമാണ് അനീഷിന്റെ പൂക്കൃഷി. 100 മേനി വിളവ് കിട്ടിയ സന്തോഷത്തിലാണ് പി അനീഷ് ദീപം. വിളവെടുപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം ചെയ്തു. ഓണത്തെ വരവേൽക്കാൻ നമ്മുടെ രാവണീശ്വരം മാക്കിയിലെ അനീഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ കോതോളങ്കര ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് പൂക്കൃഷി ഇപ്പോൾ വിളവെടുക്കുകയാണ്. അനീഷ് പൂക്കൃഷി ഓണത്തിൻ്റെ ഭാഗമായി ചെയ്തതാണ്. നല്ല വിളവെടുപ്പാണ് ഈ പൂക്കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. 23-ാം വാർഡ് മെമ്പർ എം ബാലകൃഷ്ണൻ, 1-ാം വാർഡ് മെമ്പർ പി മിനി, കോതോളങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് അശോകൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് മേഖലയിൽ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ കാര്യമായ ജോലികൾ ഇല്ലാതിരിക്കുമ്പോൾ ആ സമയത്ത് പുഷ്പകൃഷിയുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഈ യുവാവ്. കൊറോണ സമയത്ത് മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ചിരുന്നു അനീഷ്. ഇപ്പോഴും മത്സ്യകൃഷി തുടർന്നു പോകുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചാണ് ഈ വർഷം ചെണ്ടുമല്ലിയും വാടാർമല്ലിയും കൃഷി നടത്തണമെന്ന ആശയം അനീഷിൽ ഉദിച്ചതെന്ന് അനീഷ് പറയുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം സ്കൂളിൽ ഈ പൂക്കൃഷി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ്, അത് കണ്ടിട്ടാണ് ഈ വർഷം നമ്മളിങ്ങനെ നടത്തണം എന്നുള്ളൊരു ആലോചന വന്നത്. നമുക്കിതിൻ്റെ തൈ കിട്ടിയത് പെരിയ അഗ്രോ സർവീസിൽ നിന്നാണ്. അവർ പൂർണ്ണമായും നല്ല സഹകരണത്തോട് നമുക്ക് ഇതിനെ കുറിച്ച് ക്ലാസ്സുകളും അതേപോലെ തൈ 600ഓളം തൈകൾ തന്നത് പെരിയ അഗ്രോ സർവീസാണ്. അത് പ്രത്യേക നന്ദി അറിയിക്കണം അവർക്ക്. വാടാർമല്ലിയും ചെണ്ടുമല്ലിയും കൃഷി ചെയ്ത പ്രതികൂല കാലാവസ്ഥയിലും 100 മേനി വിജയം കൈവരിക്കാൻ വേണ്ടി അനീഷിന് സാധിച്ചു. ഭാര്യ ഹരിതാ ദീപം, ദേവാംശ് ദീപം, ദീപാംശ് ദീപം എന്നിവരാണ് മക്കൾ. കൃഷി നടത്തുന്നതിനു വേണ്ടി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്ന് അനീഷ് പറഞ്ഞു. ഓണക്കാലത്ത് പൂക്കളം തീർക്കാൻ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് എന്നും മാതൃകയാണ് അനീഷിന്റെ ഈ മാതൃകാ പ്രവർത്തനം. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത്.
നാടും നഗരവും ഓണത്തിരക്കിലായതോടെ ഓണാഘോഷ പരിപാടികളും എങ്ങും തകൃതിയായി നടക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം നടന്നുവരുന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഓണാഘോഷം നടന്നു. പഞ്ചായത്ത് ജീവനക്കാരും മറ്റുള്ളവരും ചേർന്നൊരുക്കിയ ഓണപ്പൂക്കളം ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. പഞ്ചായത്ത് മെമ്പറായ രവീന്ദ്രൻ മാവേലി വേഷധാരിയായി ഓണാഘോഷ പരിപാടികളുടെ പൊലിമ വർദ്ധിപ്പിച്ചു. ഗാനാലാപനം, തിരുവാതിരക്കളി, പാസിംഗ് ദ ബോൾ തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു. വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി ഒരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓണം നബിദിനാഘോഷങ്ങളോടനുബന്ധിച്ച് പൊതുസ്ഥലങ്ങളിൽ ആഘോഷം അതിരുകടക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPS അറിയിച്ചു. തിരക്കേറിയ റോഡിൽ ഗതാഗതം തടസ്സം ഉണ്ടാക്കിക്കൊണ്ടുള്ള റാലികൾ, ബൈക്ക് റേസിംഗ്, വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി അമിത ശബ്ദത്തിലും മറ്റുള്ള നിയമ ലംഘനം നടത്തുന്നവർക്കെതിരെയും വാഹന ഉടമകൾക്കെതിരെയും കേരള പോലീസ് ആക്ട് പ്രകാരവും മോട്ടോർ വാഹന നിയമപ്രകാരവും കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും നന്മമരം കാഞ്ഞങ്ങാട് തെരുവിലുള്ളവർക്ക് ഓണക്കോടി സമ്മാനിച്ചു. ഓണക്കോടിയുടെ വിതരണ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നന്മമരം പ്രവർത്തകർ നേതൃത്വം നൽകി. നന്മമരം കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഓണത്തിന് തെരുവിലുള്ളവർക്ക് ഓണക്കോടി വിതരണം ചെയ്തു. ഓണക്കോടി വിതരണോദ്ഘാടനം കാഞ്ഞങ്ങാട് CI അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നന്മമരത്തിന്റെ ഓരോ മഹത്തായ പ്രവൃത്തികളിൽ അവരെന്നും മികച്ചു നിൽക്കുകയാണ്. ഇന്ന് ഓണത്തിന്റെ ഭാഗമായിട്ട് നാളത്തെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഓണക്കോടി ഇന്ന് അവർ നൽകുകയാണ്. ഏറ്റവും മഹത്തായ കർമ്മങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക് എന്തായാലും അവർ എല്ലാ കാര്യത്തിലും മാന്യമായി ഇടപെടുന്നു, ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്നു, മാതൃകാപരമായി ഇടപെടുന്നു. അവരുടെ മാതൃകാപരമായ പ്രവർത്തനത്തിൽ പാവപ്പെട്ടവർക്കുള്ള ഓണക്കോടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചാൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ചടങ്ങിന് നന്മമരം പ്രവർത്തകർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്ഷയ ഡിജിറ്റൽ കേരളയുടെ മുഖമാണെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. ആലപ്പുഴ പുന്നപ്ര കാർമൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അക്ഷയ സംരംഭകരുടെ സംഘടനയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ആ ഹൃദയബന്ധമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് നിറഞ്ഞ സന്തോഷത്തോടെ ഈ 3ാം സംസ്ഥാന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഒരുപാട് പുരോഗമിക്കുന്ന കാലത്താണ് നമ്മളെല്ലാം നിൽക്കുന്നതല്ല, ചെറിയ പുരോഗതിയല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വിടവുകൾ തന്നെ വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, വലുതായിരിക്കുകയാണ്. ഏത് കാലത്താണ് നമ്മൾ നിൽക്കുന്നത്? നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മളെല്ലാം നിൽക്കുന്നത്. നിർമ്മിത ബുദ്ധി ആകാശത്തുനിന്ന് സ്വയംഭൂവായി വന്നു വീണതല്ല, മനുഷ്യൻ കണ്ടുപിടിച്ചതാണ്. മനുഷ്യൻ കണ്ടുപിടിച്ച ഒരു ബുദ്ധി മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് എത്തുകയാണ്. വേറെ ഏതെങ്കിലും കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിൽ ഇതേപോലൊരു അത്ഭുതം മനുഷ്യനുണ്ടാക്കാൻ സാധ്യതയില്ല. വലിയ അത്ഭുതത്തിലേക്കാണ്. കമ്പ്യൂട്ടറെല്ലാം നേരത്തെ വരുന്ന അവസരത്തിൽ എന്തെങ്കിലും പറഞ്ഞു. സർക്കാരിനും ജനങ്ങൾക്കും ഇടയിലുള്ള ഒരു പാലമായി നിൽക്കുന്ന അക്ഷയ കേന്ദ്രങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവമായി ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു.
മരണമടഞ്ഞ ഫേസ് അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള അക്ഷയ കെയർ കുടുംബ സഹായ ഫണ്ട് ചടങ്ങിൽ വച്ച് മന്ത്രി വിതരണം ചെയ്തു. ഫേസ് സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. തികച്ചും കർഷകരുടെ നേരിട്ട് അവരുടെ ഇടങ്ങളിൽ പോയി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പലരും പറയുകയുണ്ടായി. അത് മറുപടിയായി നമുക്ക് നൽകുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി സദാനന്ദൻ AV പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫേസ് ട്രഷറർ CY നിഷാന്ത് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് V മനാസ് നമ്മുടെ നിയമ പോരാട്ടം എന്ന വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിൽ നിന്നുമായി 1000-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. അടുത്തിടെ മരണമടഞ്ഞ ഫേസ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രാജശേഖരനെ അനുസ്മരിച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന പ്രസിഡന്റ് സ്റ്റീഫൻ ജോൺ പതാക ഉയർത്തി. നസീർ ആലപ്പുഴ സ്വാഗതവും ലൈജു മോൻ നന്ദിയും പറഞ്ഞു. സിറ്റി ന്യൂസ് കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. The best place of mine. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ 199 രൂപ മുതൽ. സാരികൾ, ലേഡീസ് വെയറുകൾ, ജെന്റ്സ് വെയറുകൾ, കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്കകൾ, ഗൗണുകൾ, സൂട്ടുകൾ, ധോത്തികൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ. ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ കളക്ഷനുകളും. ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, പയ്യന്നൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഉള്ളി കടുക് പായസം. ഹലോ എടി, ഇഞ്ചി തന്ന ലിസ്റ്റിലുള്ള സാധനങ്ങൾ വാങ്ങാനേ പൈസ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ആ, ഓഫറിന്റെ ബോർഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ പണി പാടുമോന്നൊരു ഡൗട്ട്. എന്താ ഒരു സംശയം? ഞാനേ ഓണത്തിന് കുറച്ച് സാധനം എടുക്കാൻ വന്നു. ഇതിപ്പോ ആകെ കൺഫ്യൂഷനായി. നിങ്ങളുള്ളതേ എക്സ്ട്രാ ഹൈപ്പർ മാർക്കറ്റിലാണ്. ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, കൈ നിറയെ ഓഫറുകളാണ്. കുറെ വാങ്ങിയിട്ടുണ്ടല്ലോ. അല്ല മാവേലി, നിങ്ങൾ പറഞ്ഞത് കണ്ട് ഓഫറിൽ ഇവിടെ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം സാധനമായി. ആഹാ, അത് കേമായല്ലോ. കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളുണ്ട്. അതേ, വീട്ടിലും സമ്മാനങ്ങളുള്ളതാ. സമ്മാന കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കല്ലേ. ഓക്കെ, ഹാപ്പി ഓണം. വാർത്തകൾ തുടരുന്നു.
കാഞ്ഞങ്ങാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണം അലവൻസ് വിതരണം ചെയ്തു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് നഗരസഭയുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും ഓണം അലവൻസ് വിതരണം ചെയ്തു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ ബിൽടെക് അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ആശ്വാസം എന്നുള്ള നിലയിൽ ഒരു 1200 രൂപ ഓരോ ആളുടെയും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് സേനയും അതേപോലെ ക്ഷീരകർഷകരായ എല്ലാവർക്കും ഈ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണനാളുകളിൽ എല്ലാവരും ആഘോഷിക്കുകയും സന്തോഷിക്കുകയും വേണമെന്നുള്ള നമ്മുടെ കേരള സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും ഓണം അലവൻസായി ഈ 1200 രൂപ അനുവദിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷൻ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU മെട്രോപോളിസ് യൂണിറ്റിന്റെ ഓണാഘോഷം മടിക്കൈ മൽപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU മെട്രോപോളിസ് യൂണിറ്റിന്റെ ഓണാഘോഷം വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. മടിക്കൈ മൽപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് വിപുലമായി പരിപാടികൾ സംഘടിപ്പിച്ചത്. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M. പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ചെയ്യാൻ വേണ്ടി കഴിയാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്ന കുറെ കൂടുതൽ ആളുകൾക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വയമായിട്ട് ചെയ്യാൻ കഴിയുന്നവർ, എന്നാൽ അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ചെയ്യാൻ വേണ്ടി കഴിയാത്തവരും ആകെ ഉൾപ്പെടുന്ന 128 പേരാണ്. മെട്രോപോളിസ് യൂണിറ്റ് പ്രസിഡന്റ് ഫൈസൽ നെല്ലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ N. ഖാദർ, ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കാൽ, ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് മണലിൽ എന്നിവർ ആശംസയറിയിച്ച് സംസാരിച്ചു. ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം അഡ്മിനിസ്ട്രേറ്റർ സുസ്മിത M. ചാക്കോ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷിജു വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ട്രഷറർ രമേശൻ വിഷ്ണുമംഗലം നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ധർമ്മശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി അർഹതപ്പെട്ട 60 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ അബ്ദുൽ ഖാദർ തിഡിൽ മുഖ്യാതിഥിയായി. ധർമ്മശ്രീ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി അർഹതപ്പെട്ട 60 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ അബ്ദുൽ ഖാദർ തിഡിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാവപ്പെട്ട രോഗികൾക്ക് രോഗശമനത്തിന് വേണ്ടിയുള്ള അവർക്ക് ആവശ്യമുള്ള ഉപകരണം ചെയ്യുക എന്നുള്ള വലിയൊരു കാര്യമാണ് ഇവിടുത്തെ ഈ ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള സംരംഭം പാവപ്പെട്ടവർക്ക് വലിയ ആശ്വാസം പല സ്ഥലത്തും നൽകുന്നുണ്ട്. നിങ്ങളുടെ ഈ സംരംഭം മൂലം നിങ്ങളുടെ കീഴിൽ വരുന്ന രോഗികൾക്ക് വലിയൊരു മനസ്സമാധാനമാണ് ഉണ്ടാകുന്നത്. അവർക്ക് സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ടുന്ന അവർക്ക് നിങ്ങൾ കൈയഴിച്ച് ഓണക്കിറ്റുകളും മറ്റ് ഉപകരണങ്ങളും അസുഖത്തിൻ്റെ ആവശ്യത്തിനുള്ള ഓക്സിജൻ ജനറേറ്റർ മറ്റ് സാധനങ്ങളെല്ലാം നൽകുന്നത് വളരെയധികം വലിയൊരു കാര്യമാണ്. ട്രസ്റ്റ് ഭാരവാഹികളായ അമർനാഥ്, ജയപ്രകാശ്, രമേശ് മുരളി, സുരേഷ് കുമാർ, രവീന്ദ്രൻ മടിക്കൈ, ജഗദീഷ്, സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. മറ്റ് ട്രസ്റ്റ് അംഗങ്ങളും പങ്കെടുത്തു. പാവപ്പെട്ട കിടപ്പ് രോഗികൾക്കും അപകടം സംഭവിച്ചവർക്കും ആവശ്യാനുസരണം സൗജന്യമായി ഓക്സിജൻ മെഷീൻ, വീൽ ചെയർ, സർജിക്കൽ ബെഡ് വിത്ത് കോട്ട്, ഫോൾഡിംഗ് വാക്കർ, ഹാൻഡിൽ സ്റ്റിക്ക്, നെബുലൈസർ നൽകി വരുന്നു. അവരുടെ ആവശ്യം കഴിഞ്ഞ് ട്രസ്റ്റിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ കിടപ്പ് രോഗികൾക്ക് ഡയപ്പർ കിറ്റ് സൗജന്യമായി നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണപ്പൂക്കളവും ഓണാശംസകളും നേർന്നു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ഓണാഘോഷം
വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. മുൻ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ എല്ലാവർക്കും ഓണാശംസകൾ അറിയിച്ചു. സി ശശിധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. എ കെ ആൽബർട്ട് സ്വാഗതം പറഞ്ഞു. വി ഉഷ, എൻ ഗീത, യു കെ ഉണ്ണിമായ, അർജുൻ രാജ്, കെ സുനിത, കെ വി പുഷ്പ, എ കെ റസിക്, കെ വി പ്രജീഷ് എന്നിവർ നേതൃത്വം നൽകി. വർണ്ണാഭമായ പൂക്കളവുമൊരുക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചെണ്ടുമല്ലി സമൃദ്ധിയുമായി മഴുക്കട ശ്രീ തീക്കൂട്ടി അറയ്ക്കൽ ദേവസ്ഥാനം മാതൃസമിതി പുഷ്പകൃഷി വിളവെടുപ്പ് നടന്നു. പ്രതിസന്ധികളെയും തരണം ചെയ്ത് ചെമ്മട്ടം വയൽ മഴുക്കട ശ്രീ തീക്കൂട്ടി അറയ്ക്കൽ ദേവസ്ഥാനം മാതൃസമിതി നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവ്. ദേവസ്ഥാനം അംഗങ്ങളുടെ വീടുകളിൽ തിരുവോണനാളിൽ തനതു പൂക്കൾ ഉപയോഗിച്ച് പൂക്കൾ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മല്ലിക കൃഷി ആരംഭിച്ചത്. മഞ്ഞ, ഓറഞ്ച്, വാടാർ മല്ലിക തുടങ്ങിയ പുഷ്പങ്ങളാണ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ കൃഷി നടത്തിയത്. പുല്ലൂർ പെരിയ ആഗ്രോ സർവീസിൽ നിന്നും 5 രൂപ നിരക്കിൽ ലഭിച്ച 400 ചെടികളാണ് കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവന്റെ പിന്തുണയും മാർഗനിർദ്ദേശവും സ്വീകരിച്ച് കൃഷി നടത്തിയത്. ദേവസ്ഥാനം മാതൃസമിതി അംഗങ്ങൾ അവരുടെ ജോലിയുടെ ഇടവേളയിലാണ് കൃഷി പരിപാലിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ കൃഷി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദേവസ്ഥാനം മാതൃസമിതി. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി അർജിത ഉദ്ഘാടനം ചെയ്തു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന വിളവെടുപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി അർജിത ഉദ്ഘാടനം ചെയ്തു. ആകസ്മികമായിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൃഷിഭവനിൽ ചന്ത വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് കൃഷി ഓഫീസർ ഇതുപോലൊരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. കർഷകരുടെ ഒരു എന്ത് സംരംഭമായാലും നമുക്കറിയാം, കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇത് വളരെ ചെറിയ സംരംഭമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ ഇത്തവണ പൂക്കൃഷി ചെയ്ത പല ആളുകൾക്കും ഇത്രയും കിട്ടാത്ത ആളുകൾ പോലും ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥ ഇത്തവണ നമ്മളെല്ലാവരെയും വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ കൃഷിഭവൻ ഫീൽഡ് ഓഫീസർ പി രമേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ദേവസ്ഥാനം പ്രസിഡന്റ് എം ദാക്ഷായണി അധ്യക്ഷത വഹിച്ചു. എം കുഞ്ഞമ്പു പൊതുവാൾ, രാമകൃഷ്ണൻ ഉപ്പിലിക്കൈ എന്നിവർ സംസാരിച്ചു. ദേവസ്ഥാനം സെക്രട്ടറി എം രതീഷ് സ്വാഗതവും എം പത്മാവതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം. ദിവസേന നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനം കൈമാറി. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി കാസർഗോഡ് സീനിയർ റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ സമ്മാനം കൈമാറി. സമ്മാന പെരുമഴയിൽ ഇമ്മാനുവൽ ഓണം. ദിവസേന നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനം കൈമാറി. ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി കാസർഗോഡ് സീനിയർ റിപ്പോർട്ടർ ഇ വി ജയകൃഷ്ണൻ സമ്മാനം കൈമാറി. ശശി എരിക്കുളം, അനായ്, അനിൽ എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. TV, എയർഫെയർ എന്നീ സമ്മാനങ്ങളാണ് ഏറ്റുവാങ്ങിയത്. ചടങ്ങിൽ CEO TO ബൈജു, CP ഫൈസൽ, മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ T സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഓരോ വ്യാപാര സ്ഥാപനത്തിലും ഇളവുകളും സമ്മാനങ്ങളും ഒക്കെ നമ്മുടെ ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഒക്കെ നമ്മൾ നടത്തുന്ന ഓണാഘോഷത്തിന് തത്തുല്യം തന്നെയാണ് ഈ പട്ടണങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്ന ഇത്തരം സമ്മാന പദ്ധതികളൊക്കെ. കാരണം ഓരോ ഉപഭോക്താവിൻ്റെ മനസ്സിൽ ഒരു സന്തോഷം, മനസ്സിന് സന്തോഷപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉത്രാടപ്പാച്ചിലിൽ അലിഞ്ഞ കാഞ്ഞങ്ങാട് നഗരം. പഴയ ബസ് സ്റ്റാൻഡിലെ പല വർണ്ണങ്ങളിലുമുള്ള പൂക്കൾ വാങ്ങാനും തെരുവോര വിപണിയിലും എത്തിയത് നിരവധി പേർ. കാഞ്ഞങ്ങാട് നഗരത്തിൽ മാവേലിക്കൊപ്പം കാലനും പ്രജകളെ കാണാൻ ഒരുമിച്ചെത്തിയത് കൗതുകമുണർത്തി. സൈബർ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നഗരത്തിൽ മാവേലിയും കാലനും പര്യടനം നടത്തിയത്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ഇത്തവണ ആശ്വാസ ഓണം. 5 മാസത്തെ കുടിശ്ശിക അക്കൗണ്ടുകളിൽ എത്തി. കഴിഞ്ഞ വർഷം ഓണനാളുകളിൽ കുടിശ്ശിക അനുവദിച്ച് നൽകണമെന്നാവശ്യപ്പെട്ട് ദുരിതബാധിതരുടെ അമ്മമാർക്ക് തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. പൗരാണിക കാലത്തെ നബിദിനാഘോഷ ഓർമ്മകൾ പങ്കുവച്ച് പൗരാണിക സദസ്സ് സംഘടിപ്പിച്ചു. കൊവൽപ്പള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയാണ് സദസ്സ് സംഘടിപ്പിച്ചത്.
57ാമത് കേരള സംസ്ഥാന ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിന് സമാപനം. കേരള സ്റ്റേറ്റ് റൈഫിൾ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ADGP S. ശ്രീജിത്ത് മുഖ്യാതിഥിയായി. അമ്പലത്തറയിലെ കൂട്ട ആത്മഹത്യ, ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. പർക്ലായിലെ ഗോപിയുടെ മകൻ രാകേഷാണ് മരിച്ചത്. ആസിഡ് കുടിച്ച് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു രാകേഷ്. ചെണ്ടുമല്ലി, വാടാർമല്ലി കൃഷിയിൽ വിജയഗാഥ തീർത്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ജീവനക്കാരൻ അനീഷ് ദീപം. കൃഷിയിലൂടെ മാതൃക തീർക്കുകയാണ് അനീഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.